एक सेकेंड है। അങ്ങനെ ഡബിൾ ടെക്കർ എന്ന സ്ഥലം കണ്ടു മേഘാലയയിലെ. ഇതാണ് ഇതിൻ്റെ അപ്പുറം വെള്ളച്ചാട്ടമുണ്ട്. ഇതിൻ്റെ ഈ പേരാണ് ജിൻമാഹാം, അവർ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് തോന്നുന്നു ജിൻമാഹാം. ഇതാണ് ഡബിൾ ടെക്കർ. 2 മരങ്ങൾ മുകളിലും താഴെയും വേര് കൊണ്ടുണ്ടാക്കിയുണ്ടാവും. എത്ര ചവിട്ടിയാലും അതിൻ്റെ ഇതാവില്ലാണ്. ആ വേര് കൊണ്ടുണ്ടാക്കിയ ഇതാണ് ഈ ഡെക്കർ എന്നറിയപ്പെടുന്ന മരങ്ങളുടെ ഒരു ഇത് കൊണ്ടുണ്ടാക്കിയ പാലം എന്ന് പറയാം. ആ കണ്ട തിരിച്ചു വരുമ്പോഴുള്ള പാറ ഉണ്ടാ ഏറ്റവും പൊന്നു വളരെ ഇനി ഇതൊക്കെ ഇറക്കം തന്നെയാണ്, കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു കയറ്റാണ് ടു ടഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇറങ്ങാം. വന്നതാണ് ഇത് ഹാങ്ങിങ് ബ്രിഡ്ജ്. പക്ഷെ അത്ര ഡേഞ്ചറസ് അല്ല, മറ്റേ പൊട്ടിയിട്ടൊന്നും അങ്ങനെയില്ല വഴികൾ. അടിപൊളി. താഴെ ഇറങ്ങി കുളിക്കുന്ന അടിപൊളിയായിരിക്കും. ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് നേരെ ഇനി കയറ്റം തുടങ്ങുകയാണ് ഗൈസ്. ഒരു 3000 സ്റ്റെപ്സ്, 3500 സ്റ്റെപ്സാണ് തോന്നുന്നു. പക്ഷെ എൻ്റെ പൊന്നു ഇറങ്ങുമ്പോൾ തന്നെ ക്ഷീണം പിടിച്ച. നമുക്ക് കയറി നോക്കാം. 1 2 3 4. പക്ഷെ ചുറ്റും നോക്കുക എന്താ ഗ്രീനിഷ് എന്ന് വെച്ചാൽ ഇത്രയും ഗ്രീനിഷ്. കേരളത്തെ കടത്തി വിട്ടു കേട്ടോ. ഇതുവരെ കണ്ടതിൽ കേരളമാണ് ഇത്രയും ഗ്രീനായിട്ടുള്ളത്. കുറച്ച് എത്തിയിട്ടില്ല, നല്ല ഗ്രീനെ. അത് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് രീതിയിൽ ഇവിടെ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. എന്താണല്ലേ കാഴ്ചകൾ, പ്രകൃതി ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല ഏറ്റവും ഗ്രീൻ ഇവിടെ. പിന്നെയുണ്ട് ചില ഹിമാലയത്തൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ അതിനിങ്ങോട്ട് എത്ര ഗ്രീൻ എന്നാണ്. ഓഹ്, വെള്ളച്ചാട്ടങ്ങളുടെ ഒരു പറുദീസ അല്ലെങ്കിൽ ഓഹ്. ഇതാണ് നമ്മൾ നേരത്തെ മിസ്സായ, നമ്മൾ തിരക്കിട്ട് പോയതുകൊണ്ട് എടുക്കാനേ പറ്റിയിട്ടില്ല. പ്യുവർ വാട്ടർ. ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇനി ലാസ്റ്റ് കയറ്റാ തോന്നുന്നത്, ഓർമ്മ കിട്ടുന്നില്ല അതിൻ്റെ കാര്യം. നമ്മൾ നേരത്തെ കണ്ട ബ്രേക്ക് പോയിൻ്റ് ആണ്, ഫസ്റ്റ് ബ്രേക്ക് പോയിൻ്റ് ആയിരുന്നു ഇവിടെ ചായന്ന് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ.
ഇതാണ് ആ ഒരു കയറ്റം. മറ്റോ ഒന്നോ ഒരു എക്സ്പീരിയൻസ് നടുക്ക് വെച്ച് എത്തിയിട്ട് പറയാം. ഓക്കെ, ഒന്നോ ഒരു കയറ്റമെന്ന് വെച്ച് കഴിഞ്ഞാൽ മല കയറുന്ന തന്നെ. 1 2 3. സ്റ്റെപ്സ് ആക്കി വെച്ചത് ഭയങ്കര നല്ല. അല്ലെങ്കിൽ എൻ്റെ നമ്മൾ ക്ലൈംബ് ചെയ്ത് മണ്ണിടിഞ്ഞ് ഒന്നും വേണ്ട. കാരണം ഇത്രയും സൗകര്യം ഈ മേഘാലയയിലേ ഉള്ളൂ. കേരളത്തിലൊന്നും ഇങ്ങനെ ഒരു സ്റ്റെപ്സ് ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു അതിരപ്പള്ളി മാത്രം. അതൊന്നും ഇത്രയും ഇതില്ല, ഇത്രയും സ്റ്റെപ്സൊന്നും ഇല്ല. ഓക്കെ, മേഘാലയയിലാണ് ഇത്രയും സ്റ്റെപ്സൊക്കെ ഇവരാക്കി വെച്ചിട്ട് ടൂറിസത്തിന്. പക്ഷേ കേരളത്തിൽ ഇത്ര ഉണ്ടോയെന്നറിയാം. ഓക്കെ, ചലോ. ഒത്തുപിടിച്ച ഐലസ. കം ഓൺ ഗൈസ്, ഹൗസ് ദ ജോഷ്. അങ്ങനെ കയറി ഏകദേശം 1000 സ്റ്റെപ്പായി കാണും. ഇനിയും കിടക്കുന്നുണ്ട്. അടിപൊളി തന്നെ. വേർത്ത് കുളിച്ച് ഒന്നും പറയണ്ട. ஸ்லோவா? ஐயோ, ரொம்ப ஃபாஸ்ட்டாக போய் போகிற. അങ്ങനെ ട്രെക്കിംഗ് അവസാനിക്കാറായി. എന്താ നോക്കി ഇതിൻ്റെ എന്നാ കയറി വന്നത്. അടിപൊളി. ഇനി കുറച്ചും കൂടി ഉണ്ട് തട്ടി. അങ്ങനെ ഏകദേശം 90% ആയി. കംപ്ലീറ്റ് വേർത്ത് കുളിച്ച്. ഇതുവരെ ട്രെക്കിംഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രെക്കിംഗ്. ഫൈനലി അവസാനം ഏകദേശം കഴിഞ്ഞ്. ഇനി കുറച്ച് സ്റ്റെപ്സും കൂടി കാണാം, ബിൽഡിങ്ങൊക്കെ കാണാം. അടിപൊളി ട്രക്കിംഗ് ആയിരുന്നു. ഇന്നോളം കണ്ടിട്ടില്ല ഏറ്റവും ഡിഫിക്കൽട്ട് ട്രക്കിംഗ്. 3600 സ്റ്റെപ്സ് താഴെ, പിന്നെ അതേ സ്റ്റെപ്സ് കയറി വരലാണ് ഏറ്റവും ടഫ്. ഇപ്പം നമ്മുടെ ട്രക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും എത്തിയിരിക്കുകയാണ്. പ്രോബോസ് ആൻഡ് 2 സിസ്റ്റർ ഷോപ്പ്. അവസാനം നമ്മൾ തിരിച്ചെത്തി. അപ്പം നമ്മൾ പോയ സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. അതിൻ്റെ യഥാർത്ഥ ഇത് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കണ്ട. ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഡബിൾ ഡെക്കർ. അപ്പോൾ 2 ഡബിൾ ഡെക്കർ, ഒരു സിംഗിൾ, ഒരു റൂട്ട് ബ്രിഡ്ജ്, 2 മുകളിലും താഴെയുള്ളത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാം. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ. 3 cheers for Sanjana. Hip hip.